ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രൈഡ്സ് ഓഫ് ദ കിങ് സീസൺ 1 എപ്പിസോഡ് 2 ഏവർക്കും സ്വാഗതം. ഞാൻ സാങ്ക്ടാ മറിയ കേളമ്പാക്കം പാരിഷിലെ ലിയാൻ മേരി കുര്യച്ചൻ. ഞാനാണ് ഇന്നത്തെ ഈശോയുടെ മണവാട്ടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. Every great vocation begins with a small yes. Sometimes this yes may be spoken aloud. Sometimes it may be lived in silence. Saint Joseph never recorded a single word in the scripture. Yet, his obedience spoke louder than words. He trusted God's plan, welcomed Mary into his home, and became the guardian of Jesus. Saint Joseph's yes teaches us that faithfulness often shines brightest in humble obedience. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാധന നമുക്ക് കാണണ്ടേ? ഇന്നത്തെ മണവാട്ടിയെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രോ വീഡിയോ ഇതാ. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം. നീ എന്റേതെന്നും ഞാൻ നിന്റേതെന്നും പറയാതെ പറയുന്നു സൗഹൃദം സൗഹൃദം സൗഹൃദം. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം. മനമോടു മനമൊന്നു പറയുന്നു സൗഹൃദം സൗഹൃദം. നീ എന്റേതെന്നും ഞാൻ നിന്റേതെന്നും പറയാതെ പറയുന്നു സൗഹൃദം സൗഹൃദം സൗഹൃദം. അതെ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ഫാമിലിയിലെ സിസ്റ്റർ ക്രിസ്റ്റോ ആണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററെ കുറിച്ചും കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ഫാമിലിയെ കുറിച്ചും ഒരു ചെറിയ ആമുഖം നൽകാമോ? എൻ്റെ പേര് സിസ്റ്റർ ക്രിസ്റ്റോ CHF. കുടുംബങ്ങളുടെ മധ്യസ്ഥയും ഭാരതത്തിന്റെ പഞ്ചക്ഷതയും എന്നറിയപ്പെടുന്ന വിശുദ്ധ മറിയം ത്രേസ്യ സ്ഥാപിച്ച തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിലെ കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ഫാമിലിയിലെ അംഗമാണ് ഞാൻ. ഇന്ന് ചെന്നൈയിലെ കിൽക്കട്ടിലെ കോൺവെന്റിൽ സേവനം ചെയ്തു വരുന്നു. ഇവിടെ തന്നെ ഹോളി ഫാമിലി കോൺവെന്റ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ സ്കൂളിലെ പ്രിൻസിപ്പലായി കഴിഞ്ഞ 16 വർഷമായിട്ട് സേവനം ചെയ്യുകയാണ്. അങ്കമാലിക്ക് അടുത്തുള്ള മേക്കാട് എന്ന സ്ഥലത്താണ് സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് മേക്കാടാണ് എൻ്റെ ഇടവക. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ 10 മക്കളാണ്. 10 മക്കളിൽ 2 പേരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവർ ഈശോ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ 8 പേരുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജെൻസി കൾച്ചറിൽ ആണ് എൻ്റെ മാതാപിതാക്കളൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ലോകം കാണാൻ തന്നെ ഞാനൊരു പക്ഷേ ഭാഗ്യം എനിക്ക് കിട്ടുമായിരുന്നില്ല. ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തതുകൊണ്ടും എൻ്റെ മാതാപിതാക്കളുടെ വലിയ പ്രാർത്ഥനയോടും ഒക്കെയാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. വളരെ സന്തോഷവും വളരെ സംതൃപ്തിയും സ്നേഹവും, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയും ഒരുമിച്ച് ഭക്ഷിക്കലും ഭക്ഷണം കഴിഞ്ഞ് കുറേ നേരം സംസാരിക്കലും ഇടയ്ക്കൊക്കെ തല്ലുകൂടലും ഒക്കെയുള്ള ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മക്കൾ 8 പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിൽ പോലും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് ചേരും. ഒരു ദിവസം പ്രാർത്ഥന ഞങ്ങൾ ചെല്ലിയെങ്കിൽ അവർ ചോദിക്കും എന്തേ ഇന്നലെ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇത്രയും പേരുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, അവരുടെ പാട്ട്, ഞങ്ങളുടെ ഒരുമിച്ച് നിന്നുള്ള ഇതെല്ലാം അടുത്ത വീട്ടുകാർ ആ സമയത്ത് അവരും അവരുടെ ബാക്ക് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മുറ്റത്തേക്ക് വന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പലപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. അങ്ങനെ ഒരു ദൈവികമായ ഒരു അനുഭവം, ഒരു സന്തോഷത്തിൻ്റെ അനുഭവം, ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം എപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാൻ പറ്റും, എൻ്റെ അപ്പനും അമ്മയും എന്നും പള്ളിയിൽ പോകുമായിരുന്നു. അപ്പനും അമ്മയും മാത്രമല്ല, ഞങ്ങളെ കൂട്ടിയിട്ട് പോകും. ഏകദേശം ഒരു 15 മിനിറ്റ് ഞങ്ങൾക്ക് നടക്കണം. പക്ഷെ കാലത്ത് എഴുന്നേറ്റാൽ ആദ്യം അവിടെ പോകുക എന്നുള്ള ഒരു പള്ളിയിൽ പോവുക എന്നത് അപ്പൻ്റെ അമ്മയുടെ വലിയൊരു ശക്തി തന്നെയാണ്. അതെനിക്ക് എന്നും കാണാൻ പറ്റും. അതായത് എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ചോദിക്കും എന്തെങ്കിലും നമുക്ക്
എന്താ നമ്മൾ ഈ മാസം ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഈ മാസത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ നമുക്ക് നീക്കിയിരിപ്പുള്ളത് ചോദിക്കും. അപ്പോൾ അപ്പം പറയും സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചില്ലേ, അത് നമുക്ക് വലിയ അനുഗ്രഹമല്ലേ. ഈ ഒരു മാസം നമുക്ക് നന്നായിട്ട് കഴിഞ്ഞു പോയില്ലേ, അടുത്ത മാസം അതുപോലെ തന്നെ ഉണ്ടാവും. അതിനേക്കാൾ വലിയ സമ്പത്ത് എന്താ ഉള്ളത്? പക്ഷെ ഞാൻ പറയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാവരെയും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ഞങ്ങളുടെ അപ്പനും അമ്മയും ഒരുപാട് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഓരോരുത്തരും കിട്ടിയ വലിയ സമ്പത്ത്. ഞങ്ങൾ മക്കളെല്ലാവരെയും പഠിപ്പിച്ചു. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോഴേക്കും തന്നെ എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ പല സ്ഥലത്ത് ജോലിയും ഒക്കെ ആയിട്ട് സെറ്റിലായി കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിലെ മറ്റൊരു വലിയ സന്തോഷമാണ് ഞങ്ങൾ 2 പേര് സിസ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ചേച്ചി ഇതുപോലെ ജോലിയൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് സിസ്റ്റർ ആവാനായിട്ട് ജോയിൻ ചെയ്യുന്നത്. സിസ്റ്റർ അനില കോട്ടയ്ക്കൽ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി ഇതേ കോൺഗ്രിഗേഷനിൽ തന്നെ മറ്റൊരു സിസ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾ 2 മക്കൾ ഈ കോൺഗ്രിഗേഷനിൽ തന്നെ അംഗങ്ങളായി ഈശോയ്ക്ക് സേവനം ചെയ്യാൻ ഈശോ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾ മാതാപിതാക്കളുടെ വലിയ പ്രാർത്ഥനയും വലിയ ശക്തിയുമാണ്. പിന്നെ എൻ്റെ പഠനത്തെക്കുറിച്ച്, എൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് എൻ്റെ വീടിന് മുറ്റത്ത് തന്നെ ഒരു LP സ്കൂളുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിലും മുറ്റത്തിലൊക്കെയാണ് ആ കുട്ടികളൊക്കെ വന്ന് കളിക്കുകയും ഒക്കെ ചെയ്യാറ്. അപ്പം ഞാൻ അവിടെയാണ് എൻ്റെ LP കാലഘട്ടം പഠിച്ചത്. അതിനുശേഷം മാർ അത്തനേഷ്യസ് ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ പഠനം. അവിടേക്ക് കുറച്ച് ഒരു അരമണിക്കൂറോളം ഞങ്ങൾക്ക് നടന്നു പോകണം. അതിനുശേഷം ഡീപ്പോൾ കോളേജിലായിരുന്നു +1 +2. അവിടെ എൻ്റെ ഹയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അതിന് ഒരു ഏകദേശം 6 മാസത്തോളം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ആ സമയത്തായിരുന്നു ഞാൻ കോൺവെൻറ്റിൽ അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കോൺവെൻറ്റിലേക്ക് ചേരുന്നത്. ആ ഒരു സമയത്ത് കോൺവെൻറ്റ് ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ പഠനത്തിന് എൻ്റെ സുപ്പീരിയേഴ്സ് തന്നെ വീണ്ടും ആദ്യത്തെ വർഷം തന്നെ 1 വർഷം ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. സന്യാസവ്രതം ചെയ്ത് ഞങ്ങൾ ഉടുപ്പൊക്കെ സ്വീകരിച്ചതിന് ശേഷം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് അവർ ചെന്നൈയിലേക്ക് പറഞ്ഞയച്ചു. അന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പഠിച്ച് നല്ല വിജയകരമായിട്ട് തിരിച്ചു വരാൻ ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ അയച്ചത്. അതുപോലെ തന്നെ സ്റ്റെല്ല മാരിസിലും വന്ന് ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തു. ഡിഗ്രിയുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നാട്ടിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചു. +2 മാത്രമാണ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് സ്റ്റെല്ല മാരിസിൽ പഠിച്ച് ആ ഒരു സമയത്തുണ്ടായിരുന്നിട്ടുള്ള സ്ട്രഗിൾ ഇപ്പോഴും എന്നെ കാണുമ്പോൾ ടീച്ചേഴ്സ് നമ്മളുടെ ഈ ഒരു സാഹചര്യത്തിൽ ടീച്ചേഴ്സ് എന്നെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് സംതൃപ്തിയുമാണ് അങ്ങനെ കണ്ടപ്പോൾ എപ്പോഴും പങ്കുവച്ചിട്ടുള്ളത്. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഇവിടെ മെറ്റിറ്റ്യൂണയിൽ സ്റ്റെല്ല മെറ്റിറ്റ്യൂണയിൽ BEd ചെയ്തു. പിന്നെ എൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലേക്ക് 1 വർഷത്തേക്ക് പോയി എൻ്റെ ഫൈനൽ പ്രൊഫഷന് വേണ്ടിയിട്ട്. ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞ് വന്ന ഉടനെ ഞാൻ വീണ്ടും ഇവിടെ സ്കൂളിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം വീണ്ടും ലോയോള കോളേജിൽ ഞാൻ എൻ്റെ PGയും MPhilഉം PhDയും അവിടെ തന്നെയാണ് പൂർത്തിയാക്കിയത്. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ന ഒരു സാഹചര്യത്തിൽ കോളേജിൽ ടോപ്പറാകാനും പിന്നെ അവിടെ എനിക്ക് റാങ്ക് കിട്ടാനൊക്കെ സാധിച്ചപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലും ദൈവത്തിൻ്റെ വലിയ സ്നേഹവും ഒക്കെ ആയിട്ട് ഞാൻ കാണുന്നു. ഞാൻ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ അംഗമാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. വളരെ സന്തോഷവും എനിക്ക് വളരെ സംതൃപ്തിയുമാണ് എനിക്ക് ഈ കോൺഗ്രിഗേഷനിൽ അംഗമായി തീരാൻ കഴിഞ്ഞു എന്നുള്ളത്. നിങ്ങൾക്കറിയാം 1914 ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുന്നത്. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുകയും അതിനുശേഷമുള്ള ആ കാലഘട്ടമായിരുന്നു അതൊക്കെ. അപ്പോൾ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ പുറത്തൊന്നും പോകാൻ പാടില്ല. ആ സമയത്താണ് കേരളത്തിലെ തൃശ്ശൂരിൽ പുത്തഞ്ചിറ എന്ന ഒരു ചെറിയൊരു ഗ്രാമം, ആരും അന്നുവരെയൊന്നും അറിയപ്പെട്ടിട്ടില്ല ആ ഗ്രാമത്തെക്കുറിച്ചിട്ട്. അവിടെയാണ് ത്രേസ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വയസ്സിലെ തന്നെ ഈശോയെ സ്നേഹിക്കാനുള്ള തീവ്രത ദാഹത്താൽ എൻ്റെ ഹൃദയം ജ്വലിച്ചിരുന്നു എന്ന് നമ്മൾ പറയാറ്. കുഞ്ഞു വയസ്സിലേ തുടങ്ങി. ബാവ ആരാ പുത്രൻ ആരാന്ന് 2 വയസ്സിൽ ചോദിച്ചിട്ടുണ്ട്. ആ അമ്മ വളർന്ന് തനിക്ക് മുഴുവനായിട്ടും ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ക്രൂശിതനായിട്ടുള്ള ഈശോയുടെ വീട്ടിലുള്ള ക്രൂശരൂപത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഒരുപാട് ശക്തി സംഭരിച്ച് എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാനുള്ള ശക്തി അമ്മയ്ക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കൊച്ചു പെൺകുട്ടി അന്ന് ആരും പുറത്തിറങ്ങാത്ത ആ സമയത്ത് വീടുകളിൽ നിന്നും പുറത്തുപോയി അന്ന് കഷ്ടപ്പെടുന്നവർ, വേദനിക്കുന്നവർ, രോഗികൾ, മരിക്കാൻ കിടക്കുന്നവർ,
ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർ, മരണാസന്നരായി കിടക്കുന്നവർ, ഇവരുടെയൊക്കെ അടുത്തേക്ക് രാത്രിയായാലും പകലായാലും ഒരു റാന്തൽവിളക്കും അല്ലെങ്കിൽ ചൂട്ട് കത്തിച്ചും സ്വന്തം ആങ്ങളയുടെ കൂട്ടുപിടിച്ചും കൂട്ടുകാരെ കൂട്ടുപിടിച്ചും ഒക്കെ അവരുടെ അടുത്തേക്ക് പോകും. എന്തിനാ? കുറച്ച് ആശ്വാസം കൊടുക്കാൻ. അവർക്ക് ആശ്വാസം കൊടുക്കുന്നത് ക്രൂശിതനായ ഈശോയ്ക്ക് ആശ്വാസം കൊടുക്കുന്ന പോലെ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻസൈറ്റ് അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അമ്മ സ്ഥാപിച്ച ഈ സന്യാസിനി സമൂഹം ഇന്ന് ലോകം മുഴുവനും സേവനം ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കോറായിട്ട് ഒരു പ്രധാന അപ്പസ്റ്റോലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയുടെ കരുണാർത്ഥ സ്നേഹം കുടുംബങ്ങളിലേക്ക് കൊടുക്കുക. ഈ ഒരു വലിയ ലക്ഷ്യം, ഒരു വലിയൊരു ആത്മീയമായിട്ടുള്ള ഒരു ജ്വലനം അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് പറയുന്നത് അമ്മയ്ക്ക് ഹൃദയത്തിൽ അഗ്നിയും കാലിൽ ചെറുകളെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഈശോയുമായിട്ടുള്ള വലിയ സ്നേഹത്തിൻ്റെ അഗ്നി, അത് ശുശ്രൂഷയിലൂടെ മക്കൾക്ക് കൊടുക്കാൻ എവിടെയും പോകും. ഇന്ന് അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ശുശ്രൂഷ ചെയ്യുക അതെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതുപോലെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും അത് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് അമ്മയെ സഹായിച്ചതാണ് ധന്യനായ വിധേയത്തിലച്ഛൻ. അമ്മ ഒരു കോൺഗ്രിഗേഷൻ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ വിധേയത്തിലച്ഛൻ അമ്മയുടെ ജീവിതത്തിൽ ഒരു ആത്മീയ നേതാവായി. അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പിശാചുക്കളുടെ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ആഴപ്പെട്ട ഒരു വ്യക്തിയായിരുന്നുകൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. ഇതിനുവേണ്ടി അമ്മയെ സഹായിച്ചത് ഈ വലിയ ആത്മീയ നേതാവും കുമ്പസാരക്കാരനുമായിരുന്നു ജോസഫ് വിധേയത്തിലച്ഛനായിരുന്നു. അച്ഛൻ്റെ വലിയ സഹായത്തോടെ ഈ പൈശാചിക പരീക്ഷണങ്ങളെ തിരിച്ചറിയാനും അത് അന്നത്തെ തിരുസഭ അധികാരികളോട് അറിയിക്കാനും അതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അങ്ങനെ നല്ല രീതിയിൽ ഈ ആത്മീയ പിടിവലിയെ മനസ്സിലാക്കാനായിട്ടാണ് സാധിച്ചു. ഈ വലിയ തീക്ഷ്ണതയുള്ള അമ്മയ്ക്ക് നമ്മുടെ ഇന്ത്യയിലെ ഒരു വിശുദ്ധർക്ക് പോലും ലഭിക്കാത്ത, ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ലഭിക്കാത്ത രീതിയിൽ പഞ്ചക്ഷതം ലഭിച്ചു. പഞ്ചക്ഷതം ലഭിച്ചാൽ എനിക്ക് കുഞ്ഞുങ്ങൾക്ക് അറിയാം. അതായത് ഈശോയ്ക്കുണ്ടായിരുന്ന 5 മുറിവുകൾ, അതിനാണ് സ്റ്റിഗ്മാറ്റ എന്ന് പറയുക. ഈ 5 മുറിവുകളും അമ്മയ്ക്ക് ലഭിച്ചു. ഓരോ പ്രത്യേകിച്ച് വലിയ നോയമ്പിൻ്റെ ദിവസങ്ങളിലൊക്കെ ഇത് അമ്മയ്ക്ക് വെള്ളിയാഴ്ചയിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുമായിരുന്നു. അമ്മയുടെ പ്രാർത്ഥനയും തപശ്ചര്യകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആഴമേറിയതാണ്. മുള്ളുള്ള ചട്ടം ധരിക്കുക, കല്ലിൽ മുട്ടുകുത്തുക, പായയിൽ ചരല് വിരിച്ച് കിടക്കുക, ഫാസ്റ്റിംഗ് എടുക്കുക, ഇങ്ങനെ ഒരു പ്രായശ്ചിത്തത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ജീവിതത്തിലൂടെയാണ് അമ്മ തൻ്റെ ആത്മീയ ജീവിതത്തിനെ കെട്ടിപ്പടുത്തത്. ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു മിസ്റ്റിക്കായിട്ടുള്ള അമ്മയുടെ ഈ ജീവിതം വളരെ ശുശ്രൂഷയായിട്ട് പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നത് അത് ഒരുപാട് കാലങ്ങൾക്കപ്പുറമാണ്. അങ്ങനെ ആ വീടുകളിലേക്ക് ഇറങ്ങിച്ചെന്നതിൻ്റെ ഒരുപാട് ഫലമാണ് ഇന്ന് ഈ സന്യാസി സമൂഹം ഈ രീതിയിൽ ഇന്ന് പടർന്ന് പന്തലിച്ചിട്ടുള്ളത്. അമ്മ വീടുകൾ തോറും കയറി ഇറങ്ങി രോഗികളെയും ഒറ്റപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും ഒക്കെ ചേർത്ത് പിടിച്ചത് എനിക്ക് തോന്നുന്നു ഭാരതത്തിലെ കുടുംബ പ്രേക്ഷിതത്തിൻ്റെ ആദ്യത്തെ കാൽവയ്പായിരുന്നു. ഇന്നും പരിശുദ്ധ പിതാവ് പറയുന്നത് കുടുംബങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ പഞ്ചക്ഷതയാണ് അമ്മ. അമ്മ കുരിശിൽ ഈശോ കടന്നതുപോലെ തന്നെ എലവേറ്റഡായി കുരിശിലിങ്ങനെ കിടന്നത് ഇന്നും ആ പാട് ആ ചുമരയിലുണ്ട് എന്നുള്ളതാണ്. പുത്തഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച ആ സന്യാസി സമൂഹം ഇന്ന് 10 പ്രോവിൻസുകളും ഒരു വൈസ് പ്രോവിൻസും ഒരു റീജിയനുമായി ലോകം മുഴുവൻ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇന്ത്യക്ക് പുറത്ത് ഇറ്റലി, റോം, ജർമ്മനി, അമേരിക്ക, ആഫ്രിക്കയിൽ കെനിയ, ഘാന, സുഡാൻ, പെറു, പിന്നെ ഇക്വഡോർ, അയർലൻഡ്, ചെക്കോസ്ലോവാക്യ, കാനഡ തുടങ്ങിയ ലോകത്തിൻ്റെ പല സ്ഥലത്തും, പിന്നെ ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഹോളി ഫാമിലി സന്യാസമുണ്ട്. കേരളത്തിന് പുറത്തും നോർത്ത് ഇന്ത്യയിലും നമുക്ക് പല പ്രോവിൻസുകളും അവിടെ സേവനം ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ അമ്മയുടെ ഈ വലിയ കുടുംബ പ്രേക്ഷിത ചൈതന്യം നിലനിർത്തിക്കൊണ്ടാണ് പല പ്രേക്ഷിത രംഗങ്ങളിലേക്ക് ഉൾപ്പെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ പ്രേക്ഷിതത്വമുണ്ട്, പിന്നെ പ്രോമിനൻ്റായിട്ട് പറയുമ്പോൾ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം, ഹോസ്പിറ്റൽസ്, പിന്നെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, സ്ട്രീറ്റ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ, പിന്നെ എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, ഓർഫനേജസ്, ഡെസ്റ്റിറ്റ്യൂട്ട് വിമൻസിനും മെന്നിനുമുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെ എന്താ പറയുക, ഏതൊക്കെ മേഖലയാണ് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് മുതൽ മരണക്കിടക്കയിലും അതിനുശേഷവും
ഒരു അക്കമ്പനിമെൻ്റ് തുടക്കം തുടങ്ങി അവസാനം വരെ ചെയ്യുന്ന ഒരു സാധ്യതയാണ് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് ഇപ്പോൾ ചെയ്തു വരുന്നത്. സിസ്റ്ററുടെ കുടുംബത്തെക്കുറിച്ചും കോൺഗ്രിഗേഷനെ കുറിച്ചും കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇനി സിസ്റ്ററിനോടുള്ള ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് സ്വന്തം ദൈവവിളി സിസ്റ്റർ തിരിച്ചറിഞ്ഞത്? കോൺഗ്രിഗേഷൻ ഓഫ് ഹോളി ഫാമിലി തന്നെ തിരഞ്ഞെടുക്കാൻ സിസ്റ്ററിനെ എന്താണ് പ്രേരിപ്പിച്ചത്? അങ്ങനെ നിങ്ങളൊരു പക്ഷേ തോന്നും, എന്തിനാ സിസ്റ്റർ ഈ ചെടി അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നോക്കിക്കോ, സിസ്റ്റർ ഇതിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നടാൻ പോവാം. ഇത് വെറുതെ പറിച്ച് എടുത്തതല്ല, കണ്ടോ, ഇതിൻ്റെ എല്ലാ വേരും ചേർത്താണ് സിസ്റ്റർ പറിച്ചേക്കുന്നത്. ഇത് പറിച്ചു കൊണ്ടുപോയിട്ട് ഈ ഗാർഡനിൽ കൊണ്ടുപോയി നടാൻ പോവുക. നിങ്ങൾ ഞാൻ ചെടി നടുന്നത് കണ്ടില്ലേ? ഒരു ചെടിയെ ആ സ്ഥലത്ത് നിന്ന് പറിച്ച് വേരോടെ പറിച്ച് ഈ ഒരു തോട്ടത്തിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് നട്ടു. അത് വേരോടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചെടി കുറച്ച് കരയും, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു വാട്ടം ഉണ്ടാവും. പക്ഷെ അതിന് കൂടുതൽ വളം നൽകി കഴിയുമ്പോൾ നന്നായിട്ട് അത് വളരുകയും അത് ഭംഗിയായി പൂക്കുകയും ചെയ്യും. അത് ഈ ഗാർഡന് ഭയങ്കര ഭംഗി കൊടുക്കും. അതുപോലെ തന്നെയാണ് ദൈവം എന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്ത് ഹോളി ഫാമിലി എന്ന് പറയുന്ന ഈ ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിൽ കൊണ്ടുവന്ന് നട്ടത്. ഇവിടെ വളരെ സന്തോഷവതിയാണ്. കാരണം തോട്ടക്കാരൻ്റെ കൈകളിലാണ് ഞാൻ. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ തോട്ടക്കാരൻ തരൂ. ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ എന്നും പള്ളിയിൽ പോകണം. ഒരു 12-15 മിനിറ്റോളം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് നടക്കണം പള്ളിയിലെത്താനായിട്ട്. അപ്പോൾ എന്നും പള്ളിയിൽ പോകാന്നുള്ളത് അപ്പനും അമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ്. കുടുംബ പ്രാർത്ഥന പോലെ തന്നെ നിർബന്ധമാണ് രാവിലെ പള്ളിയിൽ പോകൽ. പള്ളി ചെന്ന് കഴിഞ്ഞാൽ എന്നും ഇങ്ങനെ കൈകുപ്പി നിൽക്കാനായിട്ട് അമ്മ എന്നോട് പറയും, എപ്പോഴും ഇങ്ങനെ നിൽക്കണം എന്ന് പറയും. അന്നൊക്കെ ഭയങ്കര മടിയായിരുന്നു, എന്നാലും പണങ്ങും അമ്മേൻ്റെ അടുത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ അന്ന് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോഴൊക്കെ ഈശോയോടുള്ള ഒരു വലിയൊരു ഇൻറ്റിമസി, ഒരു അടുപ്പം എനിക്കുണ്ടായിരുന്നു. ആ വലിയ സ്നേഹം എന്നെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് നയിച്ചു. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എപ്പോഴും സ്കൂളിൽ പോകുമ്പോഴായാലും ഏതൊരു കാര്യത്തിൽ ചെയ്യുമ്പോഴാണ് ഈശോയെ ഞാനിത് ചെയ്യുന്നു കേട്ടോ, ഈശോയെ ഞാൻ സ്കൂളിൽ പോകുന്നു, ഈശോയെ ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന് പറയാൻ പോകുന്ന ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്തുള്ള സ്കൂളിൽ നിന്നും ദൂരെയുള്ള ഹൈസ്കൂളിൽ പഠിക്കാൻ പോയപ്പോഴായാലും ഒരു ചെറിയൊരു ഭക്തി വിശ്വാസമൊക്കെ ഉള്ള ഒരു കൊച്ചായിട്ട് ഇങ്ങനെ നടന്നു. പള്ളിയിലാണെങ്കിൽ തിരുബാലസഖ്യം, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കിഡ്സ് ആർമി എന്നൊക്കെ പറയും, ആ ഒരു തിരുബാലസഖ്യത്തിലും CMLലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ, അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ കാര്യമായിട്ട് ചെയ്യും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഓരോ ദിവസം ആദ്യമായിട്ട് ലേഖനം വായിക്കാൻ കയറി ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അത് വായിച്ചിറങ്ങിയതിന് ശേഷം അവിടെ ഇടവകക്കാരും എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത്, എൻ്റെ വീട്ടിലെല്ലാവരും വളരെ കാര്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല സ്ഫുടമായിട്ട് വായിച്ചു, നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് വളരെ ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ കിട്ടി. അതെനിക്ക് തോന്നുന്നു അത് ഓൺലി ബിക്കോസ് സിൻസ് ഐ വാസ് എ പാർട്ട് ഓഫ് CML. അതിനുശേഷം അതിനോടൊപ്പം തന്നെയുള്ള കാര്യമായിരുന്നു കുടുംബ യൂണിറ്റ് കാര്യങ്ങൾ. കുടുംബ യൂണിറ്റിലെ ഓരോ പ്രോഗ്രാമുകൾ, ക്വിസ് കോമ്പറ്റീഷൻസ്, കൾച്ചറൽ പ്രോഗ്രാംസ്, ഇതൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഇതിനൊക്കെ എനിക്കൊരു ധൈര്യം, ആ ധൈര്യം അന്ന് അവിടെ കൊച്ചു സമൂഹമായിരുന്നു കിട്ടിയതുകൊണ്ടാണ് ഇന്ന് വളർന്നു വരുമ്പോഴും എനിക്ക് ഇങ്ങനത്തെയുള്ള വേദികളിലൊക്കെ ആയപ്പോൾ കുറച്ചുകൂടി ധൈര്യം കിട്ടിയത്. ഇവിടെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനാണ് അതൊക്കെ ചെയ്തത്. തീർച്ചയായിട്ടും അന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഈശോയോട് ചേർന്നിട്ടുള്ള ആ ബന്ധം എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റേജ് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അത് കുറച്ച് മാറി. നമ്മുടെ സ്റ്റൈലൊക്കെ മാറുമല്ലോ +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്കും. കാരണം 10ാം ക്ലാസ് വരെ കുറച്ചുകൂടി ഇങ്ങനെ ആരോടും അങ്ങനെ അറിയപ്പെടുന്നില്ല, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു 8-9 ഒക്കെ വരെ നല്ല സൂപ്പറായിട്ട് പഠിക്കുമായിരുന്നു, സ്കോളർഷിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. +10 9 10 ഒക്കെ ആയപ്പോഴത്തേക്കും പഠനത്തിൽ കുറച്ച് കുറഞ്ഞു. പക്ഷേ +1 +2 വീണ്ടും ആ സമയത്ത് അതിനു മുന്നായിട്ട് ഞാൻ ക്യാമ്പിന് പോയി. ചേച്ചീനെ ക്യാമ്പിന് വിളിച്ചു, ഒരു വൊക്കേഷൻ ക്യാമ്പിന് വിളിച്ചു. അതായത് നമുക്ക് കുറച്ചും കൂടി ഗവൺമെൻറ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനാ രീതികൾ, ഇതൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനുള്ളൊരു അവസരം പോലെ. പക്ഷെ ഞാനന്ന് പോയത് കുറച്ചൊന്ന് സ്റ്റൈലായിട്ട് അവിടെ പോകാം, നല്ല ഡ്രസ്സൊക്കെ ഇടാം, അങ്ങനെ കൂടുതൽ ഫ്രണ്ട്സിനൊക്കെ കണ്ടുപിടിക്കാം എന്നൊക്കെ അത് മാത്രമേ മനസ്സിലുണ്ടായുള്ളൂ. ചേച്ചി വിളിച്ചപ്പോൾ ശരി എന്നും പറഞ്ഞിട്ട് ഞാനും അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്നെങ്കിലും അങ്ങനെ ഒരു ചിന്തയൊന്നും അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈശോയുടെ ബന്ധം ഞാൻ ഒന്നും വിട്ടിട്ടും ഉണ്ടായിരുന്നില്ല. +1 പോയി. +1 ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എന്നെ ഒരു കോളേജിൽ ചേർത്ത്. അവിടെ ഒരു വലിയൊരു അനുഭവം എനിക്കുണ്ടായി. +1 +2 ഞാൻ പഠിച്ച്
അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡീറ്റെയിൽ ആൻസേഴ്സൊക്കെ എഴുതാൻ തുടങ്ങിയത്. വളരെ കഷ്ടപ്പെട്ട്. അതെൻ്റെ ചേച്ചിയുടെ നിർബന്ധം കൊണ്ടാണ്. വീട്ടിൽ ചേച്ചി നിർബന്ധം. അന്ന് ചേച്ചി അമ്മയ്ക്ക് പഠിക്കുകയായിരുന്നു. ചേച്ചി കൊണ്ട് പറഞ്ഞു നീ നിർബന്ധമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ എഴുതും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഓരോ വാക്കുകളും ഇംഗ്ലീഷിൽ എഴുതി പഠിച്ച് ഞാൻ ആ ഒരു അറ്റംപ്റ്റ് പൂർത്തിയാക്കിയത്. പക്ഷെ നല്ല മാർക്കോടെ, അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ +2 പൂർത്തിയാക്കി. അതിൽ എനിക്ക് ഓരോ ദിവസവും എനിക്കറിയാമായിരുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല അങ്ങനെ അത്രയും നല്ല മാർക്കോടെ പാസ്സാവുന്നു. പക്ഷേ ഈശോ എന്നെ അനുവദിച്ചു. +2 കഴിഞ്ഞ് അപ്പോഴേക്കും നല്ല നല്ല സ്റ്റൈലായി, നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ആയി. നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം വന്നു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നിങ്ങൾക്ക് മിക്കവാറും ഇപ്പോൾ ഒരു ടീനേജിലുള്ള കുട്ടികൾക്കൊക്കെയാണ് നിങ്ങൾക്കറിയാം ഒരു പ്രപ്പോസൽ വരും. ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഞാനൊരിക്കൽ സ്കൂളിൽ പള്ളിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ കാര്യമായിട്ട് കണ്ടിട്ടില്ല അവന്. എന്നാൽ തന്നെ അവൻ പിന്നാലെ വന്നിട്ട് പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഒരു പെർപ്ലെക്സിറ്റി ആയിരുന്നു. എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇമ്മീഡിയറ്റായിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഫ്രം വേർ ഡിഡ് ഐ ഗെറ്റ് ദ കോൺഫിഡൻസ്. ഞാൻ ഐ ഓൾറെഡി കമ്മിറ്റഡോ, ഇത് ആരോട് കമ്മിറ്റ് ചെയ്തു എന്ന് അദ്ദേഹം ചോദിച്ചു. ആൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ വേറൊരാളാണ്, നിങ്ങൾക്ക് അതിനെ അറിയത്തില്ല, ആളുടെ പേരാണ് ജീസസ് എന്ന് മാത്രം പറഞ്ഞിട്ട് ഐ വെൻറ്റ് ഹോം. അതൊരു ജസ്റ്റ് ലൈക്ക് ദാറ്റ് ആൻ ഇൻസിഡൻറ്റ്. നമുക്ക് ഒരുപാട് വേറെ പേരെ അങ്ങനെ ചോദിക്കുന്നുണ്ടാവും, പറയാനുണ്ടാവും, നിങ്ങളുടെ ഐ ലവ് യു പറയാനുണ്ടാവും, അതുപോലെ പല ഇൻസിഡൻറ്റ്സ് നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ഇതുണ്ടായത് അന്ന് ഞാനത് വിട്ടു, അത് അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇന്ന് ഞാൻ ചിന്തിക്കും ഫ്രം വേർ ഡിഡ് ഐ ഗെറ്റ് ദാറ്റ് കോൺഫിഡൻസ് ടു സേ ഐ ഹാവ് സംബഡി വിച്ച് ഐ ഹാവ് കമ്മിറ്റഡ് ഫോർ മൈ ലൈഫ് ലോങ്. ആ ഒരു ധൈര്യം എന്നാ കിട്ടിയതെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ അതിന് ഞാൻ അവിടെ വെച്ച് അങ്ങനെ മറന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഡിഗ്രിക്ക് ചേരാനായിട്ട് ജോയിൻ ചെയ്യാം. ഇറ്റ് വാസ് മൈ ഗ്രേറ്റ് ഡ്രീം ടു ജോയിൻ ഇൻ UC കോളേജ് ആലുവ. അവിടെ ചേരാൻ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസും ഉണ്ടായിരുന്നു, എനിക്ക് അവിടെ കിട്ടും, എന്തായാലും അവിടെ കിട്ടും. കാരണം എനിക്ക് അറിയുന്നവരുണ്ട്, പിന്നെ അത്യാവശ്യം മാർക്കുണ്ട്, അവിടെ കിട്ടുമെന്ന് ഉറപ്പും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിർബന്ധമായിരുന്നു എനിക്ക് BCom തന്നെ ചേരണം. അന്ന് അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ വൈകുന്നേരം വരെ അവിടെ ഞാൻ എന്നെ കാത്തു നിന്നു. ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക. വൈകുന്നേരം ഒരു 5 മണി 6 മണി ആയിട്ട് ഇരുട്ടി തുടങ്ങി. അപ്പോൾ കുറേ പേരോടെ കാത്തു നിൽക്കുന്നുണ്ട് അഡ്മിഷന് വേണ്ടിയിട്ട്. എക്കണോമിക്സ്, മലയാളം ഇതൊക്കെ ഓഫർ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു ഐ വോണ്ട് ഓൺലി BCom ടു. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് അന്ന് പോന്നു. അന്ന് രാത്രി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഐ നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ് ദിസ് വിൽ ഹാപ്പൻ ടു മൈ ലൈഫ്. അങ്ങനെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. രാത്രി മുഴുവൻ കിടന്ന് കരഞ്ഞു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് അവിടെ കിട്ടാതെ പോയത് ഒരു വലിയൊരു നന്മയ്ക്കും ഒരു നേട്ടത്തിനും വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ നഷ്ടത്തെക്കാൾ ഉപരി അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ അന്നത്തെ ആ ദിവസത്തെ കാണുന്നത്. കാരണം അന്ന് ഞാൻ കണ്ണീരൊഴുക്കി ഒരുപാട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാല് കീറിയത് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ ഡ്രൈ ലാൻഡിൽ ഒരു വിള്ളൽ വരുമല്ലോ, ആ വിള്ളലിലുണ്ടാകുന്ന അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം നടക്കാതെ പോയി. പക്ഷെ അതിൽ നിന്നും ഒഴുകി വന്നത് ദ പവർ ഓഫ് ഗ്രേസ് ആയിരുന്നു. അത് എന്നിലൂടെ ഒഴുകി ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ എൻ്റെ ജീവിതത്തിന് വലിയൊരു ഈ ഒരു ബേസ് ഭാവം തന്നെ വേണമെങ്കിൽ എനിക്ക് അതിനെ പറയാൻ പറ്റും. അതിനുശേഷം ഞാൻ പോയി BCom ചേർന്നു. വേറൊരു അടുത്തുള്ളൊരു കോളേജിൽ ഞാൻ പോയി ചേർന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 6 മാസത്തോളം ഞാൻ അവിടെ ചെയ്തു. അതിനുശേഷമാണ് ഐ വാസ് റിക്വസ്റ്റിംഗ് മൈ സിസ്റ്റർ യു കം, ഐ ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു യു. അപ്പോഴൊക്കെ ഞാൻ ഈശോയോട് ചോദിക്കും, ഈശോയെ എനിക്ക് ഇങ്ങനൊരു വിളിയുണ്ടോ, ഇത് ശരിയാണ്. എന്നും പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയും ഒരു രൂപമുണ്ട്. അവിടെ ഈശോയെ വിളിച്ചിട്ട് ഈശോയോട് ചോദിക്കും, ഈശോയെ എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോ, ഞാൻ ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടല്ലോ, അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് struggle in my heart. I could feel it after 2-3 months after joining my BCom. അവിടെ നിന്നാണ് ഞാൻ ഈശോയോട് ചോദിച്ചു, ഇതെനിക്ക് you are not calling me, you are not allowing me, you don't allow my sister to come and talk to me. അങ്ങനെ ഫസ്റ്റ് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല, സെക്കൻഡിൽ റിപ്ലൈ കിട്ടിയിട്ടില്ല, തേർഡ് ലെറ്റർ വിച്ച് ഐ സെൻഡ് ടു മൈ സിസ്റ്റർ. ദാറ്റ് ടൈം വി ഡിഡ് നോട്ട് ഹാവ് ഫോൺ ടു സ്പീക്ക് ഓൾ ദ ടൈം. സോ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഇതിന് മറുപടി ആയിട്ട് ചേച്ചി ഇഫ് യു ഡോണ്ട് കം I will go and join where my catechism sister, ഒരു പെർപെച്വൽ സിസ്റ്റർ എന്നെ ST സിസ്റ്റേഴ്സ് എന്നെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കോൺവെൻറ്റിലേക്ക് ഞാൻ പോകും, അവരെന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലെറ്റർ കിട്ടി പിറ്റേ ദിവസം ചേച്ചി വീട്ടിൽ വരും. കാരണം ഷീ വാസ് തിങ്കിങ് ദാറ്റ് ഐ വാസ് വെരി യങ്, ഇറ്റ്സ് നോട്ട് ദ ടൈം ടു ടേക്ക് എ ഡിസിഷൻ.
ഞാൻ വീട്ടിലെ ഏറ്റവും ചെറുതാണ്, അതുകൊണ്ട് തീരുമാനം എടുക്കാറായിട്ടില്ല, പഠിച്ചു കഴിയട്ടെ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞതും അത് തന്നെയാണ്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു സ്റ്റഡി BCom LLB പഠിച്ചൊരു ലോയർ ആക്കണം, അവനെ എന്തുമാത്രം പഠിക്കണോ, പഠിച്ചതിന് ശേഷം അവന് പോകണമെങ്കിൽ പോക്കോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു വീട്ടിൽ. അന്ന് ഞാനും എൻ്റെ ചേച്ചിയും അല്ലാതെ വേറെ ആരും വീട്ടിലില്ല. അപ്പോൾ ഈ ലെറ്റർ കിട്ടിയ ഉടനെ ചേച്ചി എൻ്റെ വീട്ടിലേക്ക് വന്നു. ദാറ്റ് മീൻസ് മൈ ഓൺ നൺ സിസ്റ്റർ കെയിം ടു മൈ ഹൗസ്. എന്നിട്ട് ചോദിച്ചു, നിനക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമൊന്നുമില്ലേ, കല്യാണം കഴിക്കാൻ പോകണ്ടേ, അതിന് എല്ലാ സാധ്യതകളും നമുക്കുണ്ട്, നല്ലോണം പഠിച്ചോ, നല്ല ജോലി കിട്ടും, അങ്ങനെ നിനക്ക് നല്ലൊരു സ്ഥലത്തിലേക്ക് പോകാം. അത് ഇറ്റ് വാസ് എ ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഫ്രം മൈ സിസ്റ്റേഴ്സ് പാർട്ട് എന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇതുമാത്രം ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, ചേച്ചി കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞാൻ വേറെ മഠത്തിൽ പോയി ചേരും. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ചേച്ചിയാണ് ഈ കാര്യം എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഈ ഒരു ഇൻസ്പയറിങ് ഫോഴ്സ്, ഡിവൈൻ കോൾ, അന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ നീ ആണ് ചേച്ചി അവിടെ കൊണ്ടുവന്നത്, ഇതൊരു ടെസ്റ്റ് മണി ആയിട്ട് ഞാൻ ഇതിനെ കാണാം. അത് പറഞ്ഞതിൻ്റെ 5ാമത്തെ ദിവസം ഞാൻ കോൺവെൻറ്റിലെത്തി. അതിനുള്ളിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത് എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ മേടിച്ചു. ഞാൻ കോൺവെൻറ്റിൽ പോയി ചേർന്നു, തിങ്സൊക്കെ പാക്ക് ചെയ്തു, കോൺവെൻറ്റിൽ പോയി ചേർന്നു. ഐ തിങ്ക് ഈവൻ മൈ ഓൺ ബ്രദർ, മൈ സിസ്റ്റർ ഇൻ ലോ, അവരാരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഒരു ചേച്ചി, അവർക്ക് മാത്രമേ പെട്ടെന്ന് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായുള്ളൂ. അതിനുശേഷമാണ്, മഠത്തിൽ ചെയ്തതിന് ശേഷമാണ് ഇവരോടൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നത്. ആദ്യകാലത്തൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു, ഫ്രണ്ട്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കോളേജിൽ നിന്ന് അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, ഇത്ര സ്റ്റൈലായിട്ട് നടന്ന സീന എങ്ങനെയാണ് മഠത്തിൽ പോകുന്നത്. സാറ എന്നെ കളിയാക്കുമായിരുന്നു, നീ ഒന്നും മഠത്തിൽ നിൽക്കത്തില്ല, നീ ഇങ്ങനെ ഈ ഭയങ്കര സ്റ്റൈലല്ലേ നിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിന് ബാധിച്ചില്ല. ഐ വാണ്ട് ദ ബെസ്റ്റ് ടു ബി ഗിവൺ ടു ജീസസ്. ഞാൻ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ പറയും, വീട്ടിലും അവരൊക്കെ പറയും ദ ബെസ്റ്റ് ആണ് ക്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ട്. വീട്ടിലും റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു. ഞാൻ അധികം ഒന്നും അവരുടെ അടുത്ത് സംസാരിക്കാറില്ലെങ്കിലും എൻ്റെ ഭാവങ്ങളും എൻ്റെ പ്രവർത്തനവും കണ്ടിട്ട് അവർക്കാണ് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. ഇത് ശരിക്കും വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് സിസ്റ്റർ. അപ്പോൾ ദൈവപടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയല്ലേ? ശരി, ഇനി അടുത്ത ചോദ്യം. സിസ്റ്ററിന് ഈ ജീവിതം നയിക്കാൻ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആരായിരുന്നു? അല്ലെങ്കിൽ സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ആരായിരുന്നു? ഹൂ ഇൻസ്പയർഡ് യു ടു ഫോളോ ദ ഡിവൈൻ കോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്, എൻ്റെ വീട്, എൻ്റെ കുടുംബം. അതേസമയം 1-2 ഇൻസിഡൻസ് തന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുണ്ട്. എൻ്റെ കുമ്പസാരക്കാരൻ ഒരിക്കൽ, ഞാൻ ചെറിയ വയസ്സിലായിരുന്നു, ഞാനൊരു 6-7 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴാണ്, ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ കുമ്പസാരവും റെഗുലറായിട്ട് ഓൾമോസ്റ്റ് ചെയ്യാൻ എന്നെ മാതാപിതാക്കൾ നിർബന്ധിച്ചിരുന്നു. അപ്പോൾ ഒരിക്കൽ കുമ്പസാരം നടത്തുമ്പോൾ എൻ്റെ കുമ്പസാരക്കാരൻ ചോദിച്ചതാണ്, എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, മോളെ ഈ ദേവാലയത്തിലൊരു ഈശോ ഉണ്ട്, നിങ്ങൾക്കറിയാം പലപ്പോഴും ഇവിടെ ആരും അധികം ഉണ്ടാകത്തില്ല, പകൽ സമയമൊന്നും, പിന്നെ രാവിലെ കുർബാനയ്ക്ക് വരും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒരാൾ നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഈ സക്രാരിയിലെ ഈശോ നിനക്ക് വേണ്ടിയിട്ട് മാത്രം ഇവിടെ കാത്തിരിക്കുക, നിന്നെ കേൾക്കാൻ, നിനക്ക് നിൻ്റെ സങ്കടങ്ങൾ അറിയാൻ, നിൻ്റെ വിജയങ്ങളൊക്കെ അറിയാൻ, നിന്നോട് സംസാരിക്കാൻ. അപ്പോൾ നീ പറയുന്നത് കേൾക്കാനും നിന്നോട് പറയാനായിട്ട് ഈശോ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഈശോയെ കാണാൻ മോൾ എന്നും വരില്ലേ, എന്നും ഈ പള്ളിയിൽ വന്ന് ഈശോയെ കാണില്ലേ, കുർബാന കാണില്ലേ? അത് എനിക്ക് ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അന്ന് തുടങ്ങി എനിക്ക് തോന്നുന്നു ഇന്ന് വരെ ഓൾമോസ്റ്റ് എവറി ഡേ ഗോ ടു ദ ചേർച്ച്, ആ ഈശോയോടെ ഒന്ന് കാണുക, രാവിലെ തന്നെ ഈശോയോട് സംസാരിക്കാം, ഈശോ ദിവ്യബലിയിൽ പങ്കുകൊള്ളുക. അതൊക്കെ നല്ലൊരു അനുഭവമായിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് തന്നെ ആ ഈശോനെ വിളിച്ചുകൊണ്ടേയിരുന്നു, ഈശോയുടെ അടുത്തേക്ക് തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അതാണ് എന്നും ഈശോയുടെ കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ എന്നെ ആദ്യം എന്നെ പ്രചോദിപ്പിച്ചത്. പിന്നത്തെ എൻ്റെ ഒരു ഓർമ്മയിലുള്ളതാണ് എൻ്റെ ചേച്ചിയുടെ വെസ്റ്റേഷൻ. ചേച്ചിയുടെ വെസ്റ്റേഷന് അന്ന് 17 പേരോളം ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ആ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് മണവാട്ടികളുടെ പോലെ, ഈശോയുടെ മണവാട്ടികളുടെ പോലെ പ്യുവർ ഇതായിട്ട് പള്ളിയകത്തേക്ക് ഇങ്ങനെ കയറി പോകുന്നത്, ആ ഒരു കാഴ്ച എന്നും എൻ്റെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐ ടു ബിക്കം ലൈക്ക് ദാറ്റ്, എനിക്കും അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമോ എന്നൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും കുടുംബത്തെ നയിക്കാൻ, വിശ്വാസത്തിൽ വളർത്താൻ എൻ്റെ അപ്പനെടുത്തിട്ടുള്ള ആ വലിയ ത്യാഗങ്ങളും, കൂടാതെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ഇൻറ്റിമസിയും, അതിനൊക്കെ ഒപ്പം തന്നെ കൂടെ ഉള്ളതാണ് എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണെന്നുള്ളതും
ചേച്ചിയുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരുപാട് ഈ ഒരു ലൈഫിലേക്ക് നീങ്ങാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മെ ഈശോ സ്നേഹിക്കുന്നു, ഈശോ എന്നെ വിളിച്ചു, ആ ഒരു വിളിക്ക് ഉത്തരം കൊടുക്കാൻ അങ്ങനെയാണ് എനിക്ക് സാധിച്ചത്. ഈശോ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈശോയോടൊപ്പമുള്ളൊരു ജീവിതം ഞാൻ നയിക്കും. നിങ്ങളും പ്രാർത്ഥിച്ചു നോക്കുക, ഈശോ എന്നെ വിളിക്കുന്നുണ്ടോ? ഈശോ ഇങ്ങനെ വെറുതെ ഓടി വന്ന് ഇറങ്ങി വന്നൊന്നും പറയത്തില്ല. ഒരു പക്ഷേ നമ്മളെ ഒരു ഡോക്ടർ ആകാനായിരിക്കും, ഒരു എൻജിനീയർ ആകാനായിരിക്കും, ഒരു സയൻറ്റിസ്റ്റ് ആകാനായിരിക്കും, മറ്റ് സമൂഹത്തിലെ മറ്റു പല ജോലികളും ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു അമ്മയാകാനൊക്കെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. അതിനേക്കാൾ ഉപരിയുള്ള ഒരു വലിയ വിളിയാണ് ഈ സന്യാസ സമൂഹത്തിലേക്കുള്ള വിളി. ഇത് ഒരാളെ വിളിക്കുമ്പോൾ അത് ആ ഒരു കുടുംബത്തിലേക്ക് മാത്രമല്ല വിളിക്കുന്നത്. അവിടെ നിന്നും സിസ്റ്റർ പറഞ്ഞ പോലെ പറിച്ച് നട്ട് കഴിയുമ്പോൾ ഒരു ഫാമിലിയെ അനുഗ്രഹിക്കുന്നതിന് പകരം ഒരു ദേശത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ, ഒരു ലോകത്തെ മുഴുവൻ ഒരു എവിടെ നടുന്നോ ആ പ്രദേശം മുഴുവൻ അനുഗ്രഹമുള്ളതാക്കാൻ ഈ ഒരു വിളിക്കപ്പെട്ട ആ വ്യക്തി കാരണമാകും. അങ്ങനെ എവിടെയാണ് നമ്മളെ കൊണ്ടുപോയി ഇടുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അത്രയും വലിയ അനുഗ്രഹം, നീ ഒരു അനുഗ്രഹമായി മാറുമെന്ന കർത്താവിൻ്റെ വചനം നമ്മളിലൂടെ തീർച്ചയായിട്ടും അത് നിറവേറപ്പെടും. അതിന് എനിക്ക് മനസ്സിലായിട്ടുള്ളതും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതും എൻ്റെ ഈശോയുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് വളരാൻ എന്നെ നയിച്ച എൻ്റെ മാതാപിതാക്കളാണ്. ഒപ്പം എൻ്റെ കൂടെ എൻ്റെ സഹോദരങ്ങളും. നന്ദി സിസ്റ്റർ. അടുത്ത ചോദ്യം, സിസ്റ്റർ ഇപ്പോൾ ജീവിതം എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? യുവതലമുറയ്ക്ക് നൽകാനുള്ള സിസ്റ്ററിന്റെ ഉപദേശം എന്താ? ഇന്ന് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ജീവിതമാണ്. ഐ എം സോ ഹാപ്പി, സോ കണ്ടന്റഡ്, സോ ബ്ലെസ്ഡ് ടു ബി ഹിയർ ഇൻ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ. ഈ എന്നെ മിഷനിലേക്ക് വന്ന പഠിക്കുന്ന ഒരു സിസ്റ്ററായിട്ട്, വളരെ ജൂനിയർ സിസ്റ്ററായിട്ട് അവിടെ വന്നു. അവിടെ നിന്ന് തുടങ്ങി ഈ കഴിഞ്ഞ ഒരുപാട് വർഷക്കാലം ഇവിടെ തന്നെ ആയിരിക്കാൻ എന്നെ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അധികം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പള്ളിയിലത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. പള്ളിയിലെ കുർബാനയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുക, പൂ വയ്ക്കുക, ആൾക്കാരുടെ ഒരുക്കുക, കുർബാനയ്ക്ക് വേണ്ടി അസിസ്റ്റ് ചെയ്യുക. ഇന്നും കുർബാനയ്ക്ക് കൂടാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ത്രിൽ ഫോർ മീ. ഐ എം വെരി ഹാപ്പി ടു ഡു ദാറ്റ്. അതോടൊപ്പം തന്നെയുള്ള ഒരു കാര്യമാണ് നല്ല കുക്ക് ചെയ്യാനായിട്ട് എനിക്കിഷ്ടമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യും. അതും ഒരു കണക്കിന് പറഞ്ഞാൽ ഞാൻ പഠിച്ചെടുത്തൊരു കാര്യമാണ്. അത് ആ സമൂഹം, എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള സന്തോഷം, ഞങ്ങളൊരു ആ ഉല്ലാസം, ഞങ്ങളുടെ പ്രാർത്ഥന, ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഇതൊക്കെ ഒരു റിയലി ഇറ്റ് ഈസ് എ റിയൽ ഇൻസ്പയറിങ് ആസ് വെൽ ആസ് ബ്ലെസ്ഡ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. ആ ഒരു ശക്തിയാണ് എൻ്റെ ഇന്നത്തെ ഓരോ ജീവിതത്തിൻ്റെയും ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുന്നത്. അതിൽ ഐ എം സോ ഹാപ്പി. ഞാൻ തനിച്ചല്ല അതൊന്നും. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഞാനല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും എനിക്ക് മുൻപിൽ ഈശോ നിന്ന് എനിക്ക് വേണ്ടി ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് എൻ്റെ കമ്മ്യൂണിറ്റി, എൻ്റെ കോൺഗ്രിഗേഷൻ, എൻ്റെ പ്രോവിൻസിലെ സിസ്റ്റേഴ്സ് എനിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥന. ഐ എം നോട്ട് വർത്തി ടു ഗെറ്റ് ഓൾ ദിസ്, ബട്ട് സ്റ്റിൽ ദേ ഓൾ പ്രേ ഫോർ മീ, ദേ ഓൾ ഗിവ് മീ. ആ ഒരു സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് വീടുകളിലേക്ക് പോകാനുള്ള ആ ഒരു സാധ്യത ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഓരോ വ്യക്തിനെ കാണുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവരുടെ സന്തോഷത്തിലും അവരുടെ വേദനയിലും അവരുടെ സങ്കടത്തിലും ഇരിക്കുക. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് സൂയിസൈഡ് വക്കത്തിലായിരിക്കുന്നവരെ വിളിച്ച് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു, ഇമ്മീഡിയറ്റായിട്ട് അവരൊക്കെ ചെറുതായിട്ട് സഹായിക്കുന്നു, അവരെ കേൾക്കുന്നു, ആ ഒരു സാഹചര്യങ്ങളിൽ ഇടപെടുന്നു. അതുപോലെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അതിനൊക്കെ ദൈവം നമ്മളെ ഒരു ഉപകരണമാക്കി മാറ്റിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഇതനുസരിച്ച് തന്നെ കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്ക് എന്നുള്ളൊരു മോട്ടോയാണ് ഞങ്ങൾക്കുള്ളത് അധ്യാപന ശുശ്രൂഷയിൽ. ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലാണ് നമ്മൾ ദൈവം വിളിക്കുന്നത്. ഓരോരുത്തരോട് ഒരാളെ ചിലപ്പോൾ ടീച്ചിങ് മിനിസ്ട്രിയിലേക്കായിരിക്കും, ചിലർ ഹീലിംഗ് മിനിസ്ട്രിയിലേക്കായിരിക്കും, സോഷ്യൽ വർക്കിലുള്ള അതായത് സൊസൈറ്റിയിലെ കാര്യങ്ങൾ കേൾക്കുക, അറിയുക, അതിനുവേണ്ടി മുൻകൈ എടുക്കുക, സൊസൈറ്റിയുടെ ഒരു വാക്തായിട്ട് മാറുക. അങ്ങനെ പലതരത്തിലുള്ള മിനിസ്ട്രിയിലേക്കാണ് ഈശോ നമ്മൾ വിളിക്കുന്നത്. ഇതൊക്കെ ഈശോ ചെയ്ത മിനിസ്ട്രീസാണ്. ഇന്ന് ഈശോയ്ക്ക് പകരം നമ്മളെയാണ് ഈശോ അതിനുവേണ്ടി എടുത്ത് ഉപകരണമാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ ഈശോയ്ക്ക് പകരം ഈശോ തന്നെ ചെയ്യുന്നു, പക്ഷെ ഒരാളെ അതിന് അവിടെ നിർത്തുന്നു.
അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഇന്ന് ഈശോ എന്നെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ നമുക്കറിയാം ഏകദേശം 3000 പിള്ളേരുണ്ടാകുമ്പോൾ ആ കുട്ടികളുടെ ഒക്കെ വീടുകളിലേക്ക്, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ മാതാപിതാക്കളുടെ കണ്ണീര് കാണാൻ, അതിനുവേണ്ടി ഒരു ആശ്വാസമായിട്ട് മാറാൻ, അല്ലെങ്കിൽ അവർക്കൊരു സാന്ത്വനം കൊടുക്കാൻ, അതിന് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു ബോധ്യം, അതിലുള്ളൊരു സന്തോഷം. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ തമ്പുരാന് മുൻപിൽ ചെല്ലുമ്പോൾ ഇന്ന് ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തത് എന്തൊക്കെ. രാവിലെ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ ഞാൻ പറയും, ഈശോ ഇന്ന് എന്തൊക്കെ ഞാൻ പറയണം, ഈശോ എന്തൊക്കെ നീ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് മാത്രം ഞാൻ പറയണം, എന്തൊക്കെ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത് മാത്രം ഞാൻ ചെയ്യണം എന്ന് ഈശോയോട് പറഞ്ഞിട്ടാണ് മിക്കവാറും ദിവസം തന്നെ ഞാൻ സ്കൂളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഏത് വീടുകളിലേക്ക് പോവുകയാണെങ്കിലും ഒരാളെ കാണിപ്പിച്ച ഒരു പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിന്തിക്കുക എന്താണ് പറയേണ്ടത്. നമുക്ക് ചില സമയത്ത് ഒരു സംശയമുണ്ട്. അപ്പോൾ ഈശോ നീ എന്താണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മനസ്സിൽ ചോദിക്കും. അപ്പോൾ ഈശോ എന്താണ് ഇവിടെ പറയുന്നുവോ അത് മാത്രമാണ് ഞാൻ പറയുക. അങ്ങനെ ഒരു ഇൻറ്റിമസി, ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ എനിക്ക് ഈശോ ആ ഒരു ബന്ധം പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഈ ഒരു ഭൗതികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു സിസ്റ്ററിലൂടെ വന്നിട്ട് ഇന്നിപ്പോൾ ഒരു പ്രിൻസിപ്പളായിട്ട് കുറേ വർഷക്കാലം ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളായിട്ടിരിക്കുക, അവിടെ ഒരുപാട് പേരുമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ സ്കൂളിന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ, അവാർഡുകൾ കിട്ടിയിട്ടുള്ള, അങ്ങനെയൊക്കെ നോക്കിയാൽ ഒരുപാട് ഉയർച്ചയിലേക്ക് ഈ സ്ഥാപനത്തെയും ഒക്കെ എന്നെയും സ്ഥാപനത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ വളർത്തിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നന്മയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടിയിട്ടുള്ളതും ഏത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ എനിക്ക് ഇടപെടാൻ കഴിയുകയും ആ ആത്മാക്കളെ നേടാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷം ഇതിനേക്കാളൊക്കെ ഒരു 100 മടങ്ങ് വ്യത്യാസമുള്ളതാണ്. അപ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, ആത്മാക്കളെ നേടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഭാവം അല്ലെങ്കിൽ ഒരു പ്രകടനമായിട്ടുള്ളൊരു കാര്യം കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ എത്ര വലിയ കാര്യങ്ങളുണ്ടായാലും ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഞാൻ അറിയുന്ന വ്യക്തികൾ എന്നെ വിളിച്ച് പറയുമ്പോൾ അവിടെ ചെല്ലാനായിട്ട് ഇതൊക്കെ മാറ്റിവെച്ച് പോകാൻ ഞാൻ മാക്സിമം പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. ഈ സന്യാസ ജീവിതത്തിലേക്ക് ഉള്ള ഈ വിളിയിൽ ഐ ആം സോ ഹാപ്പി. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളോട് ഈശോ ചോദിക്കുകയാണ്, മോളെ നിനക്ക് എന്തൊരു വിളിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആരും നമ്മുടെ അടുത്തേക്ക് ഡയറക്റ്റായിട്ട് വന്ന് പറയത്തില്ല. ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന വിളികൾ പലതരത്തിലുള്ളതായിരിക്കും. നമ്മൾ ഓരോ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നീ എൻ്റെ മണവാട്ടിയായിട്ട്, നീ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിട്ട്, എനിക്കെല്ലാം പറയുന്ന, എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, എനിക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായിട്ട് നീ വരാൻ റെഡിയാണ്. ഈ ഒരു ചോദ്യമാണ് ഈശോ നമ്മളോട് ചോദിക്കുന്നത്. അതുതന്നെയാണ് എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ നീ തയ്യാറാണോ? ഇതിന് ചോദിക്കുന്ന ഉത്തരവാണ് ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നത്. ഈശോ ശരി, റെഡിയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ മാത്രം സ്നേഹിക്കാൻ, നിന്നെ എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് നിന്നെ സ്നേഹിക്കാൻ ഞാൻ റെഡിയാണ്. അതുകൊണ്ട് വരുന്ന എല്ലാ സങ്കടങ്ങളായാലും വേദനകളായാലും പരാജയങ്ങളായാലും പറ്റില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിലൊക്കെ നിൻ്റെ ശക്തി കൊണ്ട് എനിക്ക് പറ്റുമെന്ന് വിചാരിക്കാനുള്ള വലിയ കഴിവായാലും ഈശോ തരും എന്നുള്ള വിശ്വാസം, അതാണ് ഒരു മണവാട്ടിക്കെടുത്ത വിശ്വാസം എനിക്ക് ഈശോയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഈശോയോട് ചോദിച്ചു നോക്ക്, ഈശോ എനിക്കിങ്ങനെ ഒരു വിളിയുണ്ടോ? ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ, മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ. ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്കാണോ ഞാൻ ചെയ്യുന്നത്? ഈശോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ആർക്കാണ് ഞാൻ ചെയ്യുന്നത്? എൻ്റെ സഹോദരങ്ങൾക്കാണ് ചെയ്യുന്നത്. ആരും ഇല്ലാത്തവർക്ക്, ആരും സഹായിക്കാനില്ലാത്തവർക്ക്, ആർക്കും പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഒരു ടീച്ചിങ് മിനിസ്ട്രി ഒരു സിസ്റ്ററിൻ്റെ ടീച്ചിങ് മിനിസ്ട്രി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം നോർമൽ പീപ്പിൾ. അവരുടെ സാധാരണ ടീച്ചേഴ്സും ഭയങ്കര വ്യത്യാസമായിരിക്കും. ഒരു ഹീലിംഗ് മിനിസ്ട്രിയിൽ ആ ഒരു സിസ്റ്റർ, ഡോക്ടർ, നഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ മിഷനിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവരേക്കാളും ഒരു ടച്ചിങ് ആയിരിക്കും, അവരെ ഹൃദയസ്പർശിയായിരിക്കും, അവർക്ക് ഒരുപാട് മനസ്സിന് സമാധാനവും ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു മിനിസ്ട്രിയിലേക്ക് കടന്നതിൽ എനിക്ക് പറ്റുന്നുണ്ടോ? എനിക്ക് ആത്യന്തികമായിട്ടും വീണ്ടും ഞാൻ പറയുന്നു, കൈകൂപ്പി നിന്ന് ഈശോയുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ ആ ഈശോയുമായുള്ള കണക്ഷൻ, ആ ബന്ധം അതുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പോസ്റ്റർ നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ, ഈശോ നിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല,
നീ മാത്രമാണ് എനിക്കുള്ളത് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ ഈശോയ്ക്ക് വേണ്ടി വരാൻ നമുക്ക് പറ്റും. പ്രാർത്ഥിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരുപാട് പേർക്കും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള വലിയ കൃപ ഈശോ തരും. ഒരുപാട് നന്ദി. സിസ്റ്ററിന്റെ വിലയേറിയ സമയത്തിനായി ഒത്തിരി നന്ദി. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയെന്ന് ഞാൻ കരുതുന്നു. ശരിയല്ലേ? ഈ വെളിച്ചം നമ്മളിൽ എല്ലാവരിലും പ്രകാശിക്കും. പ്രാർത്ഥനയ്ക്കായി അയനാവരം ഇടവകയിൽ നിന്ന് അദ്രിക്കിനെ ഞാൻ ക്ഷണിക്കുന്നു. Remember, O most gracious Virgin Mary, that never was it known that anyone who fled your protection, implored your help, or sought your intercession was left unaided. Inspired with this confidence, I fly unto you, O Virgin of Virgins, my Mother. To you I come, before you I stand, sinful and sorrowful. O Mother of the Word incarnate, despise not my petitions, but in your mercy hear and answer me. Amen. മനോഹരമായ പ്രാർത്ഥനയ്ക്കായി നന്ദി ആദ്രിക്. അപ്പോൾ ഇന്നത്തെ ഷോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ അടുത്തൊരു ബ്രൈഡ് ഓഫ് ദ കിങ്ങുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ലിയാൻ സൈനിങ് ഓഫ്. നന്ദി. ശുഭരാത്രി.